ഈ സംസ്ഥാനത്ത് നടപ്പിലായിരുന്നെങ്കിൽ 150 കോടി രൂപ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഷെയർ ചെയ്തു വരുന്ന തുകയാണ്. ആ തുകയാണ് ഒന്നാമത്തെ കമ്മീഷനായി ഈ പറഞ്ഞ സ്വപ്ന സുരേഷും വിവേക് വിജയനും ഉൾപ്പെടെയുള്ള ആളുകൾ തട്ടിയെടുക്കാൻ തീരുമാനിച്ചത്. അത് ഞാൻ നൽകിയ ആദ്യത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സന്തോഷ് ഈപ്പന് 4 കോടി രൂപ GST അടയ്ക്കാൻ വേണ്ടി GST മന്ത്രാലയം കൊടുത്തിട്ടുള്ളത്. അത് 20 കോടി രൂപയുടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ 18% ബന്ധപ്പെട്ടുകൊണ്ടുള്ള GST നോട്ടീസാണ്. അപ്പോൾ 150 കോടി രൂപ 1% കഴിഞ്ഞാൽ 150 കോടി രൂപയുടെ ആദ്യത്തെ കമ്മീഷനാണ് അതുമായി ബന്ധപ്പെട്ട്. അത് ആ തുടക്കത്തിൽ നമ്മുടെ പരാതിയുമായി ബന്ധപ്പെട്ട് പൊളിയാണ് ചെയ്തത്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഈ 1000 കോടി രൂപ പിരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്തത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ ഓഫീസറായിരുന്ന നൂഹ് IAS എന്ന് പറയുന്ന ഇതിൻ്റെ ഉദ്യോഗസ്ഥനും അനൗദ്യോഗികമായി പിണറായി വിജയൻ്റെ മകനുമാണ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള PR വർക്കുകൾ നടത്തിയിരുന്നത്. എന്ന് വെച്ചാൽ ഈ കേസിനകത്ത് ലൈഫ് മിഷൻ ചെയർമാനായിരുന്ന പിണറായി വിജയൻ്റെ മകൻ വിവേക് വിജയൻ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വരേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് വിവേക് വിജയൻ ഈ പറയുന്ന കേസിൽ ഹാജരാകാതിരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് കൊടുത്ത 2 നോട്ടീസുകൾ ആർക്കാണ്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയുമായ M. ശിവശങ്കരൻ IAS-നാണ്. ആ M. ശിവശങ്കരൻ IAS അന്ന് അറസ്റ്റ് ചെയ്യുകയും 1 വർഷത്തിലധികം ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇപ്പം അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് ശാരീരികമായ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. അന്ന് ഹാജരായിരുന്നെങ്കിൽ വിവേക് വിജയനും ഇതുപോലെ ഇന്ന് ജയിലിൽ കിടക്കുമായിരുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ പാവപ്പെട്ട ആളുകൾക്ക് പ്രളയത്തിൻ്റെ പേരിൽ രാജ്യത്തെമ്പാടുമുള്ള മലയാളികളിൽ നിന്നും പിരിച്ചെടുത്ത സംഖ്യയും വിദേശത്ത് നിന്ന് പിരിച്ചെടുത്ത സംഖ്യയും അടിച്ചു മാറ്റാൻ ശ്രമിച്ച കേസിനകത്ത് പ്രതിസ്ഥാനത്ത് വരേണ്ടതാണ്. പക്ഷെ പ്രതിസ്ഥാനത്ത് വന്നില്ല. എന്തുകൊണ്ടാണ്? അത് കൃത്യമായ ഡീലാണ്. ആ ഡീല് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നിർമ്മല സീതാരാമനെ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഉദ്ദിഷ്ട കാര്യത്തിലുള്ള ഉപകാരസ്മരണ 2 പേരും പങ്കുവച്ചത്. ഒന്ന്, തൻ്റെ മകനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തി കൊടുത്തു. ഡീലാണ്. ആ ഡീലിൻ്റെ പ്രൊഡക്റ്റ് ഏതാണ്? ആ ഡീലിൻ്റെ പ്രൊഡക്റ്റാണ് കലിംഗസ്വാമി എന്നറിയപ്പെടുന്ന സുരേഷ് ഗോപി, തൃശ്ശൂരിലെ MP ആയി ജയിച്ച സുരേഷ് ഗോപി. അതാണ് തിരുവനന്തപുരത്ത് അതാണ് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയും നിർമ്മല സീതാരാമനും KV തോമസ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സംവിധാനത്തിലെ ആളുകളെ മാറ്റി നടത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൈഫ് മിഷൻ ഇടപാടിൽ അല്ലെങ്കിൽ ആ കലാമിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ലോകത്തെമ്പാടും നടത്തിയ പിരിവിൽ നിന്നും 1000 കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. ഈ 1000 കോടി രൂപ UAE സർക്കാരിൻ്റെ കയ്യിലാണ്. എത്ര മാറ്റി എന്നതിനെക്കുറിച്ച് നമ്മുടെ കയ്യിൽ കണക്കില്ല, കാരണം വേറൊരു രാജ്യമാണ്. അപ്പോൾ അത് അന്വേഷിക്കണമെങ്കിൽ ആർക്കാണ് അന്വേഷിക്കാൻ കഴിയുക? അത് CBIക്ക് മാത്രമാണ് അന്വേഷിക്കാൻ കഴിയുക. എന്തുകൊണ്ടാണ് CBI കേസ് അന്വേഷിക്കാത്തത്? അതാണ് പരിശോധിക്കേണ്ടത്. ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റായി FIR ഇട്ടതാണ്. ആ FIR കോഷ് ചെയ്യാൻ വേണ്ടിയാണ് അന്നത്തെ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായ അഭിഭാഷകൻ KV വിശ്വനാഥൻ ഈ കേസ് നടത്താൻ വേണ്ടി വരുന്നത്. ആ കേസ് തള്ളി. ഇപ്പോൾ എന്താണ് പ്രശ്നം? ആ KV വിശ്വനാഥൻ ബഹുമാനായ സുപ്രീം കോടതി ജഡ്ജിയായി ഇന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ആ കേസ് സുപ്രീം കോടതി എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഹൈക്കോടതിയിൽ ഇത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഇന്നത്തെ ജഡ്ജിയായിരുന്ന KV വിശ്വനാഥനാണ് ലൈഫ് മിഷൻ കേസുകൾ വാദിച്ചത്. ആ കേസ് വാദിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ആ കേസ് ജയിക്കാൻ കഴിഞ്ഞില്ല. ആ കേസ് സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. സുപ്രീം കോടതിയിൽ ജഡ്ജിയാണ് അദ്ദേഹം. ഈ കേസിൽ ഇടപെട്ടു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കേസ് സുപ്രീം കോടതി എടുക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. കേരള സർക്കാർ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ വലിയ അഴിമതിയാണ്, നിസ്സാരമായ ഒരു അഴിമതിയല്ല. ഒരു രാജ്യത്തുണ്ടായ ഒരു ദുരന്തത്തെ എങ്ങനെയാണ് തട്ടിപ്പിന് വിനിയോഗിക്കാമെന്നുള്ളത് വിദഗ്ധമായി കാണിച്ചു തന്ന മുഖ്യമന്ത്രിയും കുടുംബവുമാണ് കേരളം ഭരിക്കുന്നത്. ഇത് വിളിച്ചു പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, സ്വപ്ന സുരേഷ്. ഈ പറഞ്ഞ വിവേക് വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ. ആ സ്വപ്ന സുരേഷിനെയും ഇന്ന് കാണാനില്ല. ഏറ്റവും ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത്, ഈ കേസിൽ 4ാം പ്രതിയായ ഈജിപ്ഷ്യൻ പൗരനായ ഗാലിദ്, ആ ഗാലിദിനെ ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷം, തിരുവനന്തപുരത്ത് നിന്ന് പോയതിനു ശേഷം ലോകം ഈ ഗാലിദിനെ കണ്ടിട്ടില്ല.